ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഫെവിക്രിലിൻ്റെ മണ്ഡല കിറ്റിൽ നിന്നുമുള്ള സെക്കൻഡ് ബോർഡാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഞാനൊരു പിച്ച് വൈ ബേസ്ഡ് തീമിലാണ് ചെയ്തു തരുന്നത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്യാം. ഈ കിറ്റിൽ നമുക്ക് ഓൾറെഡി പ്രീ പ്രിൻറ്റഡ് ആയിട്ടുള്ള 3 ബോർഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുള്ള പെയിൻറ്റും ആൻഡ് ബ്രഷും അതിൽ അവൈലബിൾ ആണ് കിറ്റിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പാംഫ്ലെറ്റും ഉണ്ടാവും. ആ ഡിസൈൻസിൻ്റെ ഒരു പാറ്റേൺ അതിലുണ്ട്. നമുക്കത് തന്നെ കളർ കോമ്പിനേഷൻസ് അത് തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പോൾ ഈ ബോർഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കോറൽ റെഡും മജന്ത, ഈ 2 ഷെയ്ഡ്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ്സ് ഓഫ് റെഡാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിൽ മജന്ത അടിച്ച പോർഷൻ ഓൾറെഡി എൻ്റെ റെക്കോർഡിംഗ് വർക്കായില്ല, സോ എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഞാൻ മേജർ പോർഷൻസിലാണ്, ഈ കാണിക്കുന്ന പോർഷൻസിലാണ് മജന്ത അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഔട്ടർ ലെയേഴ്സിലാണ് ഞാൻ മജന്ത അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇന്നർ ലെയേഴ്സിലാണ് ഞാൻ കോറൽ റെഡ് യൂസ് ചെയ്യുന്നത്, ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ കാണുന്ന ഇന്നർ സ്പേസ്, അതായത് ഔട്ടർ സ്പേസ് അല്ലാത്ത എക്സ്ട്രാ അടിയിൽ വരുന്ന ഇന്നർ സ്പേസസിലാണ് ഞാൻ കോറൽ റെഡ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഷെയ്ഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് റെഡിൻ്റെ വേരിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈ ഔട്ടർ ലെയറിലും ഞാൻ കോറൽ റെഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഫില്ലിങ് ചെയ്യുന്നത്. പെറ്റൽസിൻ്റെ ഇന്നർ സ്പേസിലും ഞാൻ കോറൽ റെഡാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ സ്മോളർ സ്പേസസിൽ ഇൻസൈഡിൽ ഞാൻ പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം കംപ്ലീറ്റ്ലി റെഡ് ആകുമ്പം ആ ഒരു ട്രാൻസിഷൻ നമുക്കറിയില്ല. സോ ചില ബാലൻസ് ഉള്ള ഏരിയസിൽ ഞാൻ ഒരു വെരി ലൈറ്റർ ടോൺ ആയിട്ടുള്ള ഒരു പിങ്കാണ് യൂസ് ചെയ്യുന്നത്. ബോർഡിൻ്റെ ഔട്ടർ ലെയർ, ലാസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് മജന്തയാണ്. മജന്ത കളർ വെച്ചിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഔട്ടർ ലെയർ കംപ്ലീറ്റ് ആയിട്ട്. സോ നമ്മൾ മേജർ സ്പേസസ് കളർ ചെയ്ത് വരുമ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ കാണുന്ന ബോർഡർ സ്പേസസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഗ്യാപ്പ്, അതായത് വൈറ്റ് കാണുന്ന ഈ സ്പേസിലെല്ലാം ഞാൻ ഗോൾഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് ആ എൻറ്റയർ ഇമേജിന് ഒരു കംപ്ലീറ്റ് ഹൈലൈറ്റാണ് നമുക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ യു ഹാവ് ടു അപ്ലൈ ഔട്ട്ലൈൻ വിത്ത് ബ്ലാക്ക്. സോ എവറി പാറ്റേണിൽ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്താലാണ് ആ എൻറ്റയർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ദെൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുള്ളായിട്ട് വാർണിഷ് ചെയ്യാണ്. കംപ്ലീറ്റ് തിങ് വാർണിഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം. സോ ഞാൻ നോർമൽ ലിക്വിഡ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത് എല്ലാ സൈസിലും തറോ ആയിട്ട് കോട്ട് കൊടുത്തിട്ട് അതിന് 1 കോട്ട് ഓർ 2 കോട്ട്സ് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ടത് ഡ്രൈ ആവണം. അതിന് ശേഷം ആണ് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മിറേഴ്സാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. മിറേഴ്സ് ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷേപ്പും അതിന് പറ്റുന്ന സ്പേസിനനുസരിച്ചിട്ടാണ് ഞാൻ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ.
ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്. നിങ്ങളും ഈ കിറ്റ് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി നൈസ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.